ശ്രീലങ്ക എത്തി ഒരുപാട് ട്രെയിനിലും യാത്ര ചെയ്തു, ബസ്സിലും യാത്ര ചെയ്തു. എന്നാൽ ഇത് രണ്ടും കൂടി ചേർന്ന റെയിൽ ബസ്സിൽ ഒരു യാത്ര പോയാലോ? പെട്ടെന്ന് കാണുമ്പോൾ ബസ് എന്ന് തോന്നിക്കും, പക്ഷെ ഇത് പോകുന്നത് റെയിൽവേ ട്രാക്കിൽ കൂടിയാണ്. ശ്രീലങ്കയിൽ പൊൽഗഹവേലയിൽ നിന്നും മാഹുവിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. രാവിലെ 4:55 ഞങ്ങൾ എടുത്ത റൂമൊക്കെ ഉള്ളത് ഈ ഭാഗത്തേക്കായിരുന്നു. റൂമിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇപ്പം ഗേറ്റ് അടച്ചിരിക്കുക. ഒരു ട്രെയിൻ വരാനുണ്ട്. ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ആൾക്കാരൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. അപ്പം ഈ സമയത്ത് ഏതെങ്കിലും ഒരു ട്രെയിൻ കാണും. പൊൽഗഹവേല റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. നൂറ് LKR 160 ടിക്കറ്റും കിട്ടി. പൊൽഗഹവേല മാഹോ 5:25 ഡെയിലി ഉള്ള വണ്ടിയാണ്. 5 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിൻ പുറപ്പെടുക. ഇത് 1 നമ്പർ പ്ലാറ്റ്ഫോമാണ്. തേർഡ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും മാത്രമുള്ള ഒരു ട്രെയിൻ. ഇവിടെ ഓരോ ട്രെയിനും ഓരോ 5 മിനിറ്റും കൂടുമ്പം വന്നുകൊണ്ടിരിക്കുക. 5:20 ഇവിടെയാണ് നമ്മളെ ട്രെയിൻ വരേണ്ടത്. ആ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പോൾ ഈ ട്രെയിൻ വരുന്നത്. പിന്നെ നമ്മളെ ട്രെയിന് പിന്നെ അത്രയൊന്നും സ്ഥലം വേണ്ടല്ലോ, ആയ ചെറുതാണല്ലോ. ഇത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലു കയറാം. ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം. നമുക്കെന്തായാലും ഇവിടെ ഇരിക്കാം. ഇതിൻ്റെ മുൻഭാഗം എങ്ങനെയാണെന്ന് കാണണ്ടേ? ഇതാ ഒരു ബസ് തന്നെ. ഇത് ബസ്സാണെന്ന് ചോദിച്ചാൽ ബസ്സാണ്, ട്രെയിനാണെന്ന് ചോദിച്ചാൽ ട്രെയിനുമാണ്. അതാണ് റെയിൽ ബസ്. കയറാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് സീറ്റിംഗ് ഒക്കെ വരുന്നത്. നമ്മുടെ പ്യുറൊരു ബസ്സിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഇവിടെ ഡ്രൈവർ എന്നാണല്ലോ, ഡ്രൈവർ ഇരിക്കുക. ഇവിടെ തന്നെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള നല്ലൊരു വ്യൂ എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. ഇതിൻ്റെ ആ ഒരു ഭാഗം വരെ പോവാം. സെയിം തന്നെയാണ് രണ്ടും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ക്യാബിനൊക്കെ കാണിക്കും, കാരണം കുറച്ച് വെളിച്ചമൊക്കെ വരട്ടെ. ഇപ്പം ഒന്നും വ്യക്തമാവുന്നില്ല. ഈ പുറകിൽ നിന്നുള്ള ഇങ്ങനെയുള്ള വ്യൂവും കിട്ടും. ഇനിയിപ്പോൾ മുന്നിലോട്ട് പോകുമ്പോൾ നല്ല വ്യൂ തന്നെയാണ്. വണ്ടി പുറപ്പെടാൻ ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. ഈ ഡയറക്ഷനിലേക്കാണ് പോവുക. 5:25 തന്നെ പൊൽഗഹവേല സ്റ്റേഷനിൽ ഇതാ റെയിൽ ബസ് എടുത്തിരിക്കുകയാണ്. ഇതിന് ഗിയറൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ ഗിയർ മാറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ബസ്സാണ്. അതിൻ്റെ ടയർ മാറ്റി പാളത്തിലൂടെ ഓടുന്നതേ ഉള്ളൂ. എന്താ അല്ലേ, വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് അല്ലേ?
അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു സ്റ്റേഷനിലെത്തി. ഇത് സിംഗിൾ റൂട്ടാണ്. ഇപ്പോൾ ക്രോസിങ്ങിന് വേണ്ടി ഒരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിന് വലിയ സ്പീഡൊന്നുമില്ല, നല്ല കുലുക്കമാണ്. എൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണുണ്ടേ. ഇതാണ് വണ്ടി. പക്ക ബസ് തന്നെയാണ്, പക്ഷെ റെയിൽ ട്രാക്കിലൂടെയാണ് പോകുന്നത്. അതായത് മുമ്പ് ഇത് ബസ്സായിരുന്നു, അതിനെ ട്രെയിനായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ആ ഒരു ട്രെയിൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിലൊക്കെ രാവിലെ തന്നെ നല്ല തിരക്കാണ്. ഇത് ആ ട്രെയിൻ പോയി, ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുക്കും. ഇതിൻ്റെ ഗിയർ മാറ്റം നോക്കിക്കോ. ഇതിലും റിവേഴ്സൊക്കെ മാറ്റുക, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സിക്സ് ഗിയർ റിവേഴ്സും ഉണ്ട്. ഭാഗത്ത് മുഴുവനും കൃഷിപ്പാടങ്ങളാണ്. എന്തായാലും ഇതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. കാരണം എപ്പോഴും ട്രെയിനിലൂടെയാണല്ലോ ട്രാക്ക് വഴി പോകുന്നത്. ഒരു വെറൈറ്റി റെയിൽ ബസ്സിൽ യാത്ര അടിപൊളി തന്നെയാണ്. ഇതിൻ്റെ പുറകു ഭാഗത്തേരുന്ന് പോയിട്ട് വരാം. റണ്ണിങ്ങിൽ തന്നെ ഇതിൻ്റെ അകത്തേക്കൂടെ പോകാൻ നല്ല ഭംഗിയാണ്. ആൾക്കാരുണ്ട് ഇതിൽ. പുറകിലേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. പുറകിലുള്ളത് ഇതിന്റെ ഗാർഡാണ്. ഇവിടെയും ഗിയർ ബോക്സും ആക്സിലേറ്ററും ബ്രേക്കും ഉണ്ട്. സ്റ്റേഷനിലേക്ക് എത്തുകയാണ്.
നല്ലൊരു കാഴ്ച കിട്ടിയാണ്. അടുത്തൊരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുകയാണ്. ഇതൊരു വലിയ സ്റ്റേഷൻ തന്നെയാണ്. ഇനി ഒരു അരമണിക്കൂർ യാത്ര കൂടിയേ ഉള്ളൂ. ഉയങ്കല എന്ന സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറിയൊരു സ്റ്റേഷനായിരുന്നു. ഇവിടെ മുഴുവനും നെൽപ്പാടാണ്. റെയിൽ ബസ്സിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഫുൾ തന്നെയാണ്. ഇതാകെ 14 സ്റ്റോപ്പുകളിലാണ് നിർത്തുന്നത്. ഒരു 50 km/h സ്പീഡ്, അതാണ് ഇതിൻ്റെ ഒരു മാക്സിമം. വീണ്ടും ഒരു ക്രോസിംഗ് കിട്ടിയിരിക്കുകയാണ്. നഗല്ലഗാമ സ്റ്റേഷനിലേക്കാണ് വണ്ടി ഇപ്പോൾ എത്തിയത്. ഇങ്ങനെ ക്രോസിംഗ് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടുക. മുകൾ ഭാഗത്താണ് ഹെഡ്ലൈറ്റ്, പിന്നെ ഇവിടെ വൈപ്പറൊക്കെ ഉണ്ട്, പിന്നെ താഴെ ഭാഗം ഇങ്ങനെയാണ്. വണ്ടിയാകെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നടുഭാഗത്തൂടെ നടക്കാനുള്ള ആ ഒരു വഴിയൊക്കെ ഉണ്ട്. റൺ ചെയ്യുമ്പോൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മുൻഭാഗവും പുറകുഭാഗവും നേരത്തെ പറഞ്ഞല്ലോ സെയിം ആണെന്ന്. ഇതെല്ലാം നല്ലൊരു വണ്ടി, നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണല്ലേ. നമ്മുടെ വിൻഡോന്റെ ഭാഗത്ത് ഒരു ക്ലോസിംഗ് ചെയ്ത സംഭവമില്ല, പഴയ ബസ്സിലൊക്കെ കാണുന്ന. അതെ അതെ, അതേപോലെ തന്നെയാണ്. ഇപ്പൊ വണ്ടി വരട്ടെ. ഒരുപാട് നേരം ഇവരിപ്പോ പറഞ്ഞത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നാണ്. പുറത്തൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ നല്ല രസമാണല്ലോ. ഇവിടെയൊക്കെ നല്ല കാലാവസ്ഥയാണ്. എനിക്കെന്താ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു റെയിൽ ബസ്. ഇതിൻ്റെ അകത്തുള്ളവരിപ്പോൾ പുറത്തേക്ക് പോയി. ഇതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് കാണണം. നേരത്തെ ഇവർ റൺ ചെയ്യുമ്പം കാണാൻ അധികം പറ്റിയില്ലല്ലോ. ഗിയർ ബോക്സ് നേരത്തെ പറഞ്ഞല്ലോ 6 സ്പീഡാണ്. പിന്നെ ഇവിടെ ക്ലച്ച് ഉണ്ട്, ആക്സിലേറ്റർ ഇങ്ങനെയാണ്. ഈ ഭാഗത്താണ് ബ്രേക്ക്. എന്തായാലും കൊള്ളാം. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിരിക്കുന്ന ആ ഒരു പൊസിഷനാണ്. പിന്നെ ഇവിടെ ഇവർക്ക് ഒരു ഫാനുണ്ട്, ഇവിടെ ചെറിയൊരു മിററുണ്ട്, ഇവിടെയും ഫാനുണ്ട്. എന്തായാലും കൊള്ളാം, നല്ലൊരു സെറ്റപ്പ് തന്നെയാണിത്. ഇതാ ഇവിടത്തേക്ക് ഒരു ട്രെയിൻ വരികയാണ്. ആ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ല. അപ്പോൾ ഇവിടത്തേക്കുള്ള വേറൊരു ട്രെയിൻ കൂടി ഉണ്ട്, അതും കൂടെ വന്നിട്ട് ഇതെടുക്കുള്ളൂ. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിറങ്ങിയവർ നടന്നു പോയത് ഇതാ ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ്. സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം അവിടെയാണ്.
പ്രത്യേകിച്ച് എന്ത് പറയാനല്ലേ. അല്ല, വണ്ടി വളരെയധികം പതുക്കെ മാത്രമല്ലേ പോകുള്ളൂ. നേരത്തെ എന്താ പറയാ, ഈ പൊൽഗാവയിൽ നിന്ന് മാഗോയിലേക്ക് ഒരു 70 കിലോമീറ്ററിന്റെ അടുത്തേ വരുള്ളൂ. അത്ര പോകേണ്ടത് കൊണ്ട് മാത്രം നമുക്ക് എന്താ അഡ്ജസ്റ്റ് ചെയ്യിക്കാം. കൂടുതൽ ദൂരത്തിലൊന്നും നമുക്ക് എന്താ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ടിക്കറ്റ് ചാർജ് അത്രയൊന്നും ഇല്ല അല്ലേ? ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറയുമ്പോൾ 160 ലങ്ക റുപ്പീസ് ആണല്ലോ ആവുക. അത് നമ്മൾ ഇന്ത്യ റുപ്പീസ് ഏകദേശം ഒരു 46 രൂപ അത്രേ വരുന്നുള്ളൂ. ട്രെയിൻ വരികയാണ്. എന്തായാലും ഇവിടുന്ന് ഇപ്പം വണ്ടി എടുക്കും. അങ്ങനെ റെയിൽ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു യാത്ര തന്നെയായിരുന്നു, നല്ലൊരു അനുഭവം. ഇനിയിപ്പോൾ ഇവിടുന്ന് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ കൊടുക്കണം. ഗുഡ് ബൈ റെയിൽ ബസ്. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഒരു ഓട്ടോമോട്ടീവ് എഞ്ചിനോട് കൂടിയ ഒരു ഭാരം കുറഞ്ഞ റെയിൽ കാറാണ് റെയിൽ ബസ്. അതുപോലെ തന്നെ ഇതിന് 4 വീലുകളാണുള്ളത്. ഇവിടെ 4 എണ്ണം, അവിടെ 4 എണ്ണം. ടോട്ടല് 8 വീലുകളാണ് ഈ റെയിൽ ബസ്സിനുള്ളത്. ഇതിൻ്റെ എഞ്ചിനും ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. ഇനി പൊൽഗ ഹവേലിയിലേക്ക് ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ റെയിൽ ബസ് ഉള്ളൂ. ഈ റെയിൽ ബസ്സുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാത്രാ ട്രെയിനുകൾക്ക് ആവശ്യക്കാർ കുറവുള്ള സ്ഥലങ്ങളാണ് ഈ കൂടുതലായിട്ടും റെയിൽ ബസ്സുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റെയിൽ ബസ്സുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മധുര ടു വൃന്ദാവൻ, അതായത് UP-യിലൊക്കെ ചെറുതായിട്ട് ഉണ്ടായതായിരുന്നു. ഇപ്പം നിലവിൽ അത് ഓടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ശ്രീലങ്കയുടെ റെയിൽ ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1995-ൽ ടാറ്റ ഡിമോ ബസ്സുകളും ലങ്ക അശോക് ലെയ്ലാൻഡ് ബസ്സുകളും ഉപയോഗിച്ചിട്ടാണ് ആദ്യമായിട്ട് റെയിൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയത്. തമിഴിൽ മാക്കോ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്. പൊൽഗ ഹവേലിയും ഈ മാഹോയും ഒരേ പ്രൊവിൻസിൽ തന്നെയാണ്, നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ്. ഇതന്നെ ടൗണിൻ്റെ മെയിൻ ഭാഗത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. പിന്നെ ഇപ്പോഴൊന്നും അടുത്ത ട്രെയിനില്ല. ഇങ്ങോട്ടാണ് പിന്നെയും കുറച്ചും കൂടെ കട തോന്നിക്കുന്നത്. ഹോട്ടലുകളൊക്കെ ഈ ഭാഗത്തേക്കാകാം. പഴം, സ്റ്റേഷൻ ഒരു ചെറിയൊരു വളവിലാണുള്ളത്. ഈ ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു ബസ് സ്റ്റാൻഡ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ഹോട്ടൽ നോക്കി രാവിലെയുള്ള ഭക്ഷണം കഴിക്കാം. ഇവിടെ നല്ലതായി ഒന്നും കാണുന്നില്ല.
ഈ ബസ് മിക്കവാറും ഇങ്ങോട്ടല്ല. ഇതിൽ ഇംഗ്ലീഷിലൊന്നും ബോർഡില്ല. ഇത് ഗവൺമെൻറ് ബസ്സാണ്, അതിൽ ഇംഗ്ലീഷ് ഇല്ല. കാര്യം പറയുമ്പോഴാണ് അതല്ല, അത് വേറെ എന്തോ. ഇവിടുത്തെ എല്ലാ ബസ്സുകൾക്കും സിംഹളയിലും തമിഴിലും ഇംഗ്ലീഷിലും ബോർഡ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ ഗവൺമെന്റ് ബസ്സുകൾ ഉണ്ടാവുമല്ലോ, അതിൽ തമിഴ് എഴുതൂല, സിംഹള മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ടുക് ടുക് ഓട്ടോ. ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു, തരൂ ടേസ്റ്റി ഫുഡ്. എന്നാ പിന്നെ ഇവിടുന്ന് കഴിക്കാം. ഇടിയപ്പം ഉണ്ട്, പൊറോട്ടയുണ്ട്, പിന്നെ റോളുകളുണ്ട്, പിന്നെ പരിപ്പൊടിയുണ്ട്. ഇത് ഉഴുന്നോടെയാണ്. ഇത് പുട്ടല്ലേ? അത് പുട്ട്. മറ്റേത് പുട്ട്, ഇത് ഇടിയപ്പമാണ്. ഇടിയപ്പം കഴിക്കാം. ഇടിയപ്പം ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇത് പരിപ്പ് കറിയാണ്. പിന്നെ ഇവിടെ തന്നെ ചമ്മന്തിയും ഉണ്ട്. അപ്പോൾ ഇതൊരു 5 ഇപ്പോൾ 10 ഒരാൾക്കുള്ളത്. പക്ഷെ ഇത് ചെറിയ ഇടിയപ്പാണ്, വലിയ പീസൊന്നും അല്ല. വേണ്ട 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 ഇത് മതി. ഇവിടെ ചിക്കനും മീനൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇത് ഓൾറെഡി ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്നതാണല്ലോ. ടേസ്റ്റ് ഇല്ലേ? ഭക്ഷണം കഴിച്ചിറങ്ങി 240 LKR ആണ് ആയത്. ഇന്ത്യൻ രൂപയിലേക്ക് അത് മാറുമ്പോൾ 68. ചെറിയ പൈസയുള്ളൂ, നല്ല ഭക്ഷണം തന്നെയായിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നു അനുരാധപുര എന്ന സ്ഥലത്തേക്ക്. ശ്രീലങ്കയുടെ ആദ്യത്തെ തലസ്ഥാനം അവിടെയായിരുന്നു. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. റെയിൽ ബസിന്റെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ ബൈ.